ഹലോ നമസ്കാരം. എന്നാണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പം മോൻ കോളേജിൽ പോകാനായിട്ട് റെഡിയായി. പിന്നെ ഞാനിന്ന് കുറേ പണികളൊക്കെ ഉണ്ട്. എനിക്ക് എല്ലാ പണികളും തീർത്തിട്ട് വേണം പള്ളിയിൽ പോകാനായിട്ട്. ഇവിടെ നമ്മുടെ പുറ്റടിയിലൊരു കുരിശുമലയുണ്ട്. അപ്പോൾ എല്ലാ വെള്ളിയാഴ്ചകളിലും അല്ല, പറ്റുന്ന അത്രയും വെള്ളിയാഴ്ചകളിലും ഞാൻ പോകാറുണ്ട്. കുരിശുമല എന്ന് പറഞ്ഞാൽ എല്ലാ വെള്ളിയാഴ്ചയും അവിടെ മല കയറുന്നതാണ്. അവിടെ പ്രാർത്ഥനയും ഉണ്ട്. അപ്പം യാക്കോബ ഇതിൻ്റെയാണ് പിന്നെ ചർച്ച്. അപ്പം ഇവിടെ കിടക്കുന്ന ഈ കട്ടിൽ 25 വർഷത്തോളമായി ഞങ്ങൾ തമിഴ്നാട്ടിലുള്ളപ്പോൾ മേടിച്ച കട്ടിലാണ്. ഞങ്ങൾ പിന്നെ ഇതിൽ ഇരിക്കാൻ മാത്രം ചുമ്മാ ഒരു പഴയ ബെഡ് ഇട്ട്, പഴയൊരു ബെഡുണ്ട്, അതിട്ട് വിരിച്ച് അങ്ങനെ ചുമ്മാ ഇരിക്കുന്ന ഹോളിലാണ് ഇട്ടേക്കുന്നത്. ഈ ദിവാങ്കോട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഇരുന്ന് കഴിപ്പും ഫോണിൽ പിന്നെ നോക്കുന്നതാണേലും ശരി, TV കാണുന്നതാണെങ്കിലും ശരി, എൻ്റെ ഒരു ഏരിയയാണ് കേട്ടോ അത്. അപ്പം മക്കൾ വന്നിരുന്നാലും ഹസ്ബൻഡ് വന്നിരുന്നാലും അവരൊക്കെ പെട്ടെന്ന് ഞാനിരിക്കുമ്പോഴത്തേക്ക് എന്നാന്ന് വെച്ചാൽ ഞാൻ ഇരിക്കുന്ന ഒരു ദിവാങ്കോട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദിവാങ്കോട്ടിൽ ഇരിക്കാനായിട്ട്. പിന്നെ അതുപോലെ എനിക്ക് നടുവിന് പ്രശ്നങ്ങളുള്ളത് കാരണം കൊണ്ട് ദിവാങ്കോട്ടിലിരിക്കുമ്പോൾ നമുക്കൊരു കംഫർട്ടായിട്ട് തോന്നുന്നത്. അപ്പോൾ കട്ടിലിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു നടുവ് ഇങ്ങനെ വളഞ്ഞ് ഒരു ഇതായിട്ടിരിക്കണ്ടേ. ഇത് മോൻ്റെ കട്ടിലാണ്. അപ്പോൾ അവനങ്ങനെ എല്ലാം ഇട്ടിട്ട് പോകും. പിന്നെ ഫ്രിഡ്ജിൻ്റെ മണ്ടയിലൊക്കെ എപ്പോഴും പൊടിയാണ്. ഷീറ്റ് വീടായത് കാരണം കൊണ്ട് എപ്പോഴും നമ്മൾ പൊടി അടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എപ്പോഴും തുടച്ച് ഇങ്ങനെ ഇരിക്കണം. പിന്നെ ഇപ്പം വീട്ടിലിരിക്കുന്ന വർഷങ്ങളായിട്ട് ജോലിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആഴ്ചയിലൊന്ന് ലീവ് കിട്ടുമ്പോഴത്തേക്ക് ഇതെല്ലാം ചെയ്യും. ഇപ്പം വീട്ടിലിരിക്കുന്ന കാരണം കൊണ്ട്, പിന്നെ ഷീറ്റ് വീടായതുകൊണ്ട് എന്തോരം നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാലും എപ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ നമ്മളെല്ലാം വൃത്തിയാക്കി വെച്ചാലും വൈകിട്ട് നോക്കുമ്പോൾ ഭയങ്കര പൊടിയായിരിക്കും. അപ്പം ഞാൻ മിക്കപ്പോഴും പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന അത്രയും സമയം ഞാനിതൊക്കെ നല്ല വൃത്തിയായിട്ട് വെക്കാനായിട്ട് പരിശ്രമിക്കും. എന്നുവെച്ചാൽ വാർക്ക വീടല്ലല്ലോ. വാർക്ക വീടാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, അത്രയ്ക്ക് അങ്ങ് പൊടിയൊന്നും ആകത്തില്ല. പിന്നെ ഫ്രിഡ്ജിനകത്തൊക്കെ ഞാൻ വൃത്തിയായിട്ട് തന്നെയാണെല്ലാം സൂക്ഷിച്ചേക്കുന്നത്. ഞങ്ങളെ ഒരു ദിവസം ഞാൻ കാണിക്കാം. എല്ലാം നല്ല അടുക്കിപ്പറക്കി നല്ല വൃത്തിയായിട്ട് തന്നെ വെക്കും. പിന്നെ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട്, ഇനി അത് കഴുകണം. പിന്നെ ഗ്യാസിൻ്റെ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കണം. പിന്നെ സ്പീഡ് കൂട്ടിയിട്ട് ഞാൻ നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കണ്ടല്ലോ എന്നോർത്ത് ഞാൻ എല്ലാവരും ചെയ്യുന്ന പണികളൊക്കെ അല്ലേ ഇത്. അപ്പോൾ അത് കാരണം കൊണ്ട് സ്പീഡ് കൂട്ടി ഞാൻ ഇട്ടത്. ഇനിയിപ്പോൾ എനിക്ക് മുറ്റത്ത് കുറച്ച് പണിയുണ്ട്. മുറ്റം ആഴ്ചയിലൊന്നൊക്കെയേ തൂക്കത്തുള്ളൂ. എനിക്ക് നടുവിന് പ്രശ്നങ്ങളുള്ളത് കാരണം കൊണ്ട് ഭയങ്കര പാടാണ്. ബെൽറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ. അകത്ത് ഞാൻ ബെൽറ്റ് ഇട്ടിട്ടാണ് ഇപ്പോൾ തൂക്കുന്നത്. നമ്മൾ നടുവ് കുറച്ച് നേരം നിന്ന് പണി ചെയ്ത് കഴിഞ്ഞാൽ ആ നിപ്പങ്ങ് നിൽക്കണം. പിന്നെ കുറച്ച് നേരം കഴിയണം നിവർന്ന് വരണമെങ്കിൽ. അപ്പം ഡിസ്കിന് എനിക്ക് പ്രശ്നങ്ങളുണ്ട്. മോൻ ജനിച്ച് ഒരു 9 മാസം ഉള്ളപ്പോഴത്തേക്ക് എനിക്ക് പ്രശ്നമായതാണ്. അപ്പം പിന്നെ ഒരു 3 മാസത്തോളം ഞാൻ ബെഡിൽ കിടപ്പായിരുന്നു. അതുപോലെ ഒത്തിരി കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് കട്ടിപ്പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. ഇടയ്ക്ക് നമ്മൾ റെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഡിസ്കിന് പ്രശ്നമാകും. പെട്ടെന്ന് കയറി പിടിക്കും, നടുവ് പെട്ടെന്ന് കയറി വെട്ടും. എന്നിട്ട് പിന്നെ നമുക്ക് ഒരു ടോയ്ലറ്റിൽ പോകാനോ അല്ലെങ്കിൽ ഒന്നും തന്നെത്താനെ ചെയ്യാൻ പറ്റത്തില്ല. ഒരാളുടെ സഹായമില്ലാതെ ഭയങ്കര വേദനയായിരിക്കും. ഡിസ്ക് പിന്നെ നടുവ് പെട്ടെന്ന് വെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഞാൻ കുറച്ച് തൂത്തിട്ട് ഉടനെ നടുവിന് പിടിക്കുക, അങ്ങനെ ചെയ്യുന്നത്. ഭയങ്കര വേദനയാണ്. പിന്നെ ഞാൻ മഴക്കാലമൊക്കെ വരുമ്പോഴത്തേക്കും തണുപ്പൊക്കെ ഇവിടെ തണുപ്പ് ഏരിയ ആയതുകൊണ്ട് ഞാൻ ചൂടുവെള്ളമൊക്കെ നടുവിനൊക്കെ ഊറ്റി കുഴമ്പൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഓരോ പണി ചെയ്യുന്നത്. പിന്നെ പച്ചക്കറി ഇതൊക്കെ ഞാൻ നട്ട് പിടിപ്പിക്കും ഇടയ്ക്കിടയ്ക്ക്. പിന്നെ മണ്ണൊക്കെ എടുക്കണമല്ലോ, മണ്ണൊക്കെ എടുത്ത് വേണ്ട നട്ടൊക്കെ പിടിപ്പിക്കാനായിട്ട്. എങ്കിലും നടുവേദന ഉണ്ടാകും. പിന്നെ അതൊന്നും ഞാൻ വലിയ കാര്യമാക്കത്തില്ല. എന്ന് വെച്ച് പണിയൊന്നും ചെയ്യാതിരിക്കത്തില്ല. നടുവേദനയാണെന്ന് പറഞ്ഞുകൊണ്ട് പണിയൊന്നും ചെയ്യാതിരിക്കത്തില്ല. നന്നായിട്ട് തന്നെ വർഷങ്ങളോളം ജോലിക്ക് പോയി. പിന്നെ ഹോസ്പിറ്റലിൽ ജോലിക്ക് പോയിട്ടുണ്ട്. എല്ലാം ക്ലീനിങ് സ്റ്റാഫായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തേക്കുന്നത്. ശരിക്കും കഷ്ടപ്പാടായിരുന്നു. അപ്പം നമ്മളറിയാമല്ലോ, ജോലിക്ക് പോയാൽ ചുമ്മാ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. 4 നില 5 നിലയൊക്കെ കാണും. അവിടെ തന്നെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്, തൂത്ത് തുടച്ച് ബാത്റൂമൊക്കെ കഴുകി. ശരിക്കും കഷ്ടപ്പാടായിരുന്നു. പിന്നെ കഷ്ടപ്പെട്ടാലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇതൊന്നും നമ്മൾ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ കഷ്ടപ്പെട്ടാലും നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വെളിയിലെ പണികളെല്ലാം ഞാൻ തീർത്തു. അകത്ത് വന്നു. പിന്നെ കാലും കൈയൊക്കെ കഴുകി. ഇനിയിപ്പം കറികളൊക്കെ വെച്ചിട്ട് കഴിച്ചിട്ട് പിന്നെ പള്ളിയിൽ പോകണം. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ. അങ്ങനെ കുറച്ച് ചീരച്ചേമ്പും കിട്ടി. പിന്നെ 2 തക്കാളിയും മാലിമുളകും. ചീരച്ചേമ്പ് വൃത്തിയാക്കട്ടെ. നന്നായിട്ട് വാഷ് ചെയ്യണം, പിന്നെ വൃത്തിയാക്കിയിട്ടേ.
അപ്പം ചീരയുടെ തണ്ടെടുത്തിട്ടാണ് ഞാൻ ആദ്യമേ അരിയുന്നത്. അപ്പം ചെറുതായിട്ട് ഞാൻ പിന്നെ അരിയുക തണ്ട്, പിന്നെ ഇലയും കൂടെ ചെറുതായിട്ട് അരിയും. അത്ര തീരെ ചെറുതല്ല, എന്താന്ന് പറഞ്ഞാലും അത് നന്നായിട്ട് കുഴഞ്ഞു വരും. അങ്ങനത്തെ ഒരു ചീരച്ചേമ്പാണ്. അപ്പോൾ ഇതിന് ഈ ചീരച്ചേമ്പിന് കിഴങ്ങുണ്ടാകത്തില്ല. ഇതിൻ്റെ തണ്ടും ഇലയൊക്കെ നമ്മൾ തോരന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല രുചിയാണ് അത് കഴിക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ പഴയ വീട്ടിൽ താമസിക്കുമ്പോഴേക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഗുണം എനിക്കറിയത്തില്ലായിരുന്നു. ഞാനെല്ലാം അത് വെട്ടി നശിപ്പിച്ച് കളഞ്ഞു. ഇതിപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ട് നട്ടുപിടിപ്പിച്ചതാണ്. അപ്പോൾ ഇതില്ലാതെ ഇപ്പോൾ എനിക്ക് വരത്തില്ല. ഞാൻ എന്താണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പറിച്ച് തോരൻ വയ്ക്കാറുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് അത് അരിഞ്ഞു. ഇനി അതിന് ചേർക്കുന്ന കാര്യങ്ങളൊക്കെ തേങ്ങ, മഞ്ഞൾപ്പൊടി, കാന്താരിയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. കാന്താരി, 2 ചെറിയ ഉള്ളി, ഇത്രയും സാധനങ്ങൾ ഞാൻ ജാറിനകത്ത് ഒന്ന് ഒതുക്കിയെടുക്കാവുള്ളൂ, അരയ്ക്കരുത്. ഒതുക്കിയെടുത്തിട്ട് അതിൻ്റെ കൂടെ ഇച്ചിരി പൊടിയുപ്പും കൂടെ ഇട്ട് ഞാനിതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് അടച്ച് മൂടി വെക്കുക ചെയ്യുന്നത്. പിന്നെ വെളിച്ചെണ്ണയും ഒഴിച്ച് ലാസ്റ്റ് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കൂടെ രസമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചാറുകറിയൊക്കെ നല്ല ടേസ്റ്റാണ്. അല്ല ചുമ്മാ കഴിക്കാനാണെങ്കിൽ നല്ലതാണ്. വെള്ളമൊന്നും ഊറ്റരുതേ, വെള്ളമൊക്കെ ഊറ്റി കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും. അപ്പോൾ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അടുത്തത് ഞാൻ മോര് കാച്ചണം. അപ്പം തൈരെടുത്തു, ഒരു അര പാക്കറ്റ് തൈരുണ്ടായിരുന്നു. അപ്പം മോൻ ബാക്കിയെടുത്ത് ചോറിൻ്റെ കൂടെ കഴിച്ചു. കാരണം കൊണ്ട് അര പാക്കറ്റ് ഉണ്ടായിരുന്നു. അതിന് ഞാൻ കാന്താരി മാലിമുളകാണ് ഉപയോഗിക്കുന്നത്. ചെറുജീരകം, തേങ്ങ, മഞ്ഞൾപ്പൊടി ഇത്രയും നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. അപ്പം ഞാൻ വെക്കുന്ന രീതിയാണ് കേട്ടോ, ഞാനിങ്ങനെയൊക്കെയാണ് കറി വെക്കുന്നത്. അപ്പോൾ പല രീതികളിൽ വെക്കും, അതിലൊന്നാണിത്. അപ്പം പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിലോ അല്ല മറ്റുള്ളവരൊക്കെ പല രീതികളിലൊക്കെ ആയിരിക്കും വെക്കുന്നത്. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്ത് തൈരിനകത്തോട്ട് ഒഴിച്ചു. അപ്പം വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെയല്ല, ഇത്രയും കട്ടിയല്ല, വെള്ളം ചേർത്തിട്ടുണ്ട് ഞാൻ. അപ്പം കുറച്ചും കൂടെ ഇതിൻ്റെ കുറച്ചും കൂടി ഇനി വെള്ളം ഒഴിക്കും ഞാൻ. അപ്പോൾ അതൊന്ന് തിളപ്പിക്കരുത്, ഒന്ന് നന്നായി ചൂടായി വരണം, അത്രയേ ഉള്ളൂ. തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും. അപ്പം ഞാൻ ഇളക്കി ഇങ്ങനെ ഇരിക്കും. എന്നാന്ന് വെച്ചാൽ തിളച്ച് ഇതാകാതിരിക്കാൻ വേണ്ടിയേ. ഇപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി നമ്മൾ. പല രീതിയിൽ മോര് കാച്ചും. അടുപ്പത്ത് ഞാൻ വെളിച്ചെണ്ണ, അടുപ്പത്തല്ല ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ കടുകിട്ടു. എനിക്കിടയ്ക്ക് ഒരു കോള് വന്നായിരുന്നു, അതാണ് റിങ്ങടിക്കുന്ന സൗണ്ട് കേട്ടത്. ഞാൻ കടുകിട്ടിട്ട് ചെറിയ ഉള്ളി ഇട്ട് കരിയാപ്പിലയും ഇട്ട് 2 ഉണക്കമുളക് അതും കൂടി ഇട്ട് താളിക്കുക ചെയ്യുന്നത്. ചിലർ മുളക് പൊടി ഇടും, എനിക്ക് അത്ര താല്പര്യമില്ല മുളക് പൊടി ഇടുന്നതിനോട്. അപ്പം ഞാൻ വറ്റൽമുളകാണ് ഇടുന്നത്. കുറച്ച് ചിലർ മുളക് പൊടി താളിക്കുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഇടും, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് താല്പര്യമില്ല. അപ്പം ഞാൻ വെക്കുന്ന രീതിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ. പല രീതികളിൽ വെക്കും. വെള്ളരിക്കായിട്ട് വെക്കാം, ചൊറ്റയ്ക്കായിട്ട് വെക്കാം, എങ്ങനെ വേണേലും മോര് കാച്ചിയെടുക്കാം. ഞാൻ ചുമ്മാ ഇന്ന് സിമ്പിളായിട്ട് മോര് കാച്ചുക. ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ കുറച്ച് തുണി ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് ഉണക്കാനിട്ടു. ഒന്ന് വീടും കൂടെ ഒന്ന് അടിച്ചു വാരണം. വീടെല്ലാം ഒന്ന് അടിച്ചു വാരിയിട്ട് ഇനി കുളിച്ചിട്ട് വേണം പള്ളിയിൽ പോകാനായിട്ട്. അപ്പം ആ ജനലിൻ്റെ ഭയങ്കരമായിട്ട് വെട്ടം അടിക്കുന്നുണ്ടായിരുന്നേ. അപ്പം ഇച്ചിരി വെയിലുണ്ട്.
പിന്നെ പണിയെല്ലാം തീർത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ചായ വെച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിക്കുന്നില്ല എന്ന് വെച്ചു. ഉച്ചയ്ക്ക് ചായ മാത്രം കുടിച്ചിട്ട് കുളിയെല്ലാം കഴിഞ്ഞിട്ട് റെഡിയായിട്ട് പള്ളിയിൽ പോകാമെന്ന് വെച്ചു. എനിക്കിച്ചിരി നല്ലതായിട്ട് കടുപ്പം വേണം. എനിക്ക് വെളുത്തിരിക്കുന്ന ഇഷ്ടമല്ല. ഇവിടുത്തെ തേയിലപ്പൊടി നല്ലതാണ്. അപ്പം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞു. ഒന്ന് മുടി ഉണക്കുക. മുടി ഉണക്കാനുള്ള വെയിലൊന്നും ഇല്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് മുടി ഉണക്കുക. ഉണക്കിയിട്ട് പിന്നെ നനഞ്ഞിരിക്കുന്നില്ലേ. പണികളെല്ലാം കഴിഞ്ഞു, കുളിയെല്ലാം കഴിഞ്ഞു, പള്ളിയിലേക്ക് പോകാനായിട്ട് റെഡിയായി. എൻ്റെ വീഡിയോ ചില തെറ്റുകുറ്റങ്ങൾ ചിലപ്പം മൊത്തം തെറ്റായിരിക്കാം, അല്ലെ ചില തെറ്റുകുറ്റങ്ങളൊക്കെ കാണുമായിരിക്കും. അപ്പം ഞാനേതൊക്കെയാലും അതിനെ പ്രാക്ടീസ് ചെയ്തിട്ടൊന്നും അല്ല വീഡിയോ എടുക്കുന്നത്. സാധാരണ എന്നും നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പല ജോലിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. ജോലിക്ക് പോകാഞ്ഞിട്ടല്ല, പോയിട്ടുണ്ട്. ഇപ്പം പോകാത്തതാണ്, ഡിസ്കിന് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണം കൊണ്ട്. അപ്പം എനിക്ക് വലിയ പഠിപ്പൊന്നുമില്ല, 10ാം ക്ലാസ്സിൻ്റെ താഴെയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പറയുന്നതുകൊണ്ട് ഒരു മടിയുമില്ല. അപ്പം ഞാൻ പല ജോലിക്കും പല കഷ്ടപ്പാടുകളിലൂടെ തന്നെയാണ് ഇത്രത്തോളം ഞാൻ എത്തിയത്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ. അപ്പം തുടർന്ന് നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതിൻ്റെ കൂടെ ബെല്ലൈക്കണും കൂടെ അമർത്തിയേക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.